അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതായത് മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ച ഒരു കുട്ടിക്ക് അള്ളാഹു നൽകിയ മഹത്വം. മഹാനായ ഇമാം മൂസദ്ദമേരി റളിയല്ലാഹു അൻഹു തന്റെ ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. വേറെ ഒരുപാട് തഫ്സീറുകളിലുണ്ട്, എല്ലാ തഫ്സീറുകളിലും എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഈ സംഭവത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു 10-12ഓളം കിതാബുകൾ ഞാനിത് കണ്ടിട്ടുണ്ട് ഈ സംഭവം. ബഗവി തൻ്റെ മആലിമ് എന്ന ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ബനു ഇസ്രായേലിൽ ഒരു നല്ല സ്വാലിഹായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് സ്വത്തായിട്ട് ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി ചെറിയ പ്രായമാകുമ്പോൾ വാപ്പാക്ക് മനസ്സിലായി, ഞാൻ ഏതായാലും കൂടുതൽ കാലമൊന്നും ജീവിക്കൂല, ഈ കുട്ടിക്കാണെങ്കിൽ ഈ പശുവിനെ നോക്കി വളർത്താൻ കഴിയൂല. അതുകൊണ്ട് ആ സ്വാലിഹായ പിതാവ് എന്ത് ചെയ്തു, ഈ പശുവിനെ കാട്ടിൽ കൊണ്ടുപോയിട്ടു. അത് അള്ളാഹുവിനെ അമാനത്തായി ഏൽപ്പിച്ചു. അല്ലാഹുമ്മ അസ്തൗദിഉക ഹാദിഹിൽ ഇജ്ലത ലിബ്നി ഹത്താ യക്ബുറ. പടച്ചവനെ, എൻ്റെ കുട്ടി വലുതാകുന്നത് വരെ ഈ പശുവിനെ നോക്കാൻ നിന്നെ ഞാൻ അമാനത്തായിട്ട് ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് അങ്ങ് വിട്ടു. അപ്പം ഏറെ താമസിക്കാതെ മരണപ്പെട്ടു പോയി. അങ്ങനെ ഈ കാട്ടിൽ ഈ പശുക്കുട്ടി ഇങ്ങനെ വളർന്നു വലുതായി. അതിനെ പിടിച്ച് തിന്നാൻ ഉദ്ദേശിക്കുന്ന മൃഗങ്ങളിൽ നിന്നെല്ലാം അത് ഓടി രക്ഷപ്പെട്ടു. ഏതായാലും അത് വളർന്നു വലുതായി സ്വയം പര്യാപ്തത നേടി. കുട്ടി വളർന്നു വലുതാവും ചെയ്തു. ഈ കുട്ടി എന്ന് പറയുമ്പോൾ മാതാപിതാക്കളോട് ഇത്ര സ്നേഹമുള്ള ഒരു കുട്ടി വേറെ ഉണ്ടാവൂല. ചരിത്രത്തിൽ കാണാം, വക്കാന യക്സിമു ലൈലഹു സുലുസാത്ത്, വക്കാന യക്സിമു ലൈലഹു സലാസത അസ്ലാസ്. രാത്രിയെ 3 ഭാഗമായിട്ട് ആ കുട്ടി ഭാഗിക്കും. യുസല്ലി സുലുസൻ, 1/3 നിസ്കരിക്കാൻ വേണ്ടി, വയനാമു സുലുസൻ, 1/3 ഉറങ്ങാൻ വേണ്ടി, വയജ്ലിസു ഇൻദ റഅസി ഉമ്മിഹി സുലുസാ, രാത്രിയിൽ 1/3 സമയം ഉമ്മാൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കും ഖിദ്മത്തിന് വേണ്ടി. ആധുനിക ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇത് ഒരു വലിയ പാഠമാണ്. രാത്രിയെ 3ആയി ഭാഗിച്ചിട്ട് 1 ഉറങ്ങാൻ, 1 തഹജ്ജുദ് നിസ്കരിക്കാൻ, 1 ഉമ്മയുടെ ഖിദ്മത്ത് ചെയ്യാൻ, ഉമ്മാന്റെ സേവനത്തിൽ. പകലായാലോ ഫൈദ അസ്ബഹ ഇൻ തലക, സുബഹി ആയാൽ ആ കുട്ടി എന്ത് ചെയ്യും, കാട്ടിലേക്ക് പോയിട്ട് മുതുകിൽ വിറക് ചുമന്ന് കൊണ്ടുവന്നിട്ട് അങ്ങാടിയിൽ പോയി വിൽപ്പന നടത്തും. എന്നിട്ടോ സുമ്മ യതസദ്ദഖു ബിസുലുസിഹി, ആ സ്വത്തിനെ 3ആയിട്ട് ഭാഗിക്കും. 1/3 കൊണ്ട് സ്വതക്ക ചെയ്യും. വയക്കുലു സുലുസഹു, 1/3 കൊണ്ട് വീട്ടിലെ ഭക്ഷണം വാങ്ങിക്കും. വയഅ്തി വാലിദതഹു സുലുസാ, 1/3 ഉമ്മാന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കും. 3 ഓഹരിയാക്കും. ഉമ്മയോട് ഭയങ്കര സ്നേഹമാണ്. ഈ കുട്ടിയുടെ ഈ വിഷമവും പ്രയാസവും കണ്ടപ്പോൾ ഉമ്മ ഒരിക്കൽ പറഞ്ഞു, മോൻ ഇത്ര കഷ്ടപ്പെടണ്ട. ഇന്ന അബാക വറസക ഇജ്ലതൻ ഇസ്തൗദഅഹ ഫീ ഗൈളതി കദാ. മോനെ, നീ ഇത്ര കഷ്ടപ്പെടണ്ട. വാപ്പ നിനക്ക് വേണ്ടി ഒരു പശുക്കുട്ടിയെ ഇന്നാലിന്ന കാട്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്, നീ ചെന്നിട്ട് വിളിക്ക്. അപ്പോൾ ആ പശുക്കുട്ടി നിൻ്റെ കൂടെ വരും, എന്നിട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് മോനെ വിട്ടു. അപ്പോൾ വിളിക്കേണ്ട രൂപം എങ്ങനെയാണ്? ഫദ്ഉ, നീ വിളിക്കണം, ഇലാഹ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ അൻ യറുദ്ദഹാ അലൈക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും ഇലാഹിന്റെ നാമത്തിൽ വിളിക്കുന്നു, പശുക്കുട്ടി ഇങ്ങോട്ട് വരട്ടെ. പണ്ട് കാലം മുതലേ ഉണ്ടല്ലോ.
തവസ്സുലില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇസ്ലാം കിട്ടിയത്? റസൂലുള്ളാഹിന്റെ ജിബ്രീലിലൊക്കെ മധ്യവർത്തി ആയതുകൊണ്ടല്ലേ ഇസ്ലാം നമുക്ക് കിട്ടിയത്. അള്ളാഹു നേരിട്ട് തന്നില്ലല്ലോ. അപ്പൊ അത് പാടില്ല എന്ന് പറയുന്ന മണ്ടത്തരാണ്. ഇരിക്കട്ടെ. അപ്പോ എന്നിട്ട് പറഞ്ഞു അലാമത്തുഹ അന്നക ഇദാ നദർത ഇലൈഹ യുഖയ്യലു ഇലൈക അന്നഹ ശുആ അശംസി യഖ്റുജു മിൻ ജിൽദിഹ. നീ പോകുന്ന ആ പൊന്നു എന്ന് പറയുന്ന പശുക്കുട്ടി, ഞാൻ അങ്ങനെ പേരിടാൻ കാരണം എന്താന്ന് വെച്ചാല് സ്വർണ്ണ കളറാണ്. ആ പൊന്നുനെ നീ കണ്ടാലുണ്ടല്ലോ, അതിന്റെ ശരീരത്തിൽ നിന്നാണോ സൂര്യൻ ഉദിക്കുന്നത് എന്ന് നിനക്ക് തോന്നിപ്പോകും. അത്ര ലംഘലുള്ള പ്രശോഭിതമാകുന്ന പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരു പശുക്കുട്ടിയാണ്, സ്വർണ്ണ കളറുള്ളതാണ്. അപ്പൊ ഉമ്മയ്ക്ക് ഈ വിവരങ്ങളൊക്കെ എവിടുന്ന് കിട്ടും? ഉമ്മാക്ക് ഉമ്മാന്റെ വീട്ടിൽ വളർന്ന പശുക്കുട്ടിയല്ലേ, സ്വാഭാവികമായിട്ടും ആ ഒരു ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ഒരു അസാലത്തൻ ഉണ്ടാവുമല്ലോ. അപ്പം ഉമ്മയും ഒരു മാരിബത്തിന്റെ പദവിയിലെത്തിയ ഉമ്മയായിരിക്കാം. അങ്ങനെയും വരാം. പക്ഷെ വേറെ ഒന്നുണ്ട്, ഇവിടെ പശുക്കുട്ടി നേരത്തെ ഉമ്മയുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഉമ്മയും പറഞ്ഞ മാതിരി നല്ല സ്വാലിഹത്തായ ഉമ്മയാണ്. അപ്പോൾ ചില വിവരങ്ങളൊക്കെ ഉമ്മാക്കു ലഭിക്കുന്നുണ്ടാകാം, അല്ലാഹു ആലം. ഏതായിരുന്നാലും കണ്ടോ, വക്കാനത്ത് തുസമ്മ തിൽക്കൽ ബക്കറത്ത അൽ മുഹദ്ദബ. കണ്ടോ, ആ പശുവിന്റെ പേര് കണ്ടോ, മുഹദ്ദബ, പൊന്നു എന്ന പേര്. പൊന്നു കാരണം എന്തായാലും ഉസ്നിഹ വ സുഫറത്തി, അത്ര പ്രൗഢിയുണ്ട്, അത്ര ചന്തമുണ്ട്. ഏതായിരുന്നാലും ഉമ്മാന്റെ വാക്ക് കേട്ടിട്ട് മോന് ഇവിടെ ചെന്നു. ആ യുവാവ് കാട്ടിൽ ചെന്നു, യുവാവായിട്ടുണ്ട് ഇപ്പോ കേട്ടോ. അങ്ങനെ വന്നപ്പോൾ കാട്ടിലിങ്ങനെ മേഞ്ഞു നടക്കുന്നതായിട്ട് കണ്ടു. നല്ല ഒരു ഓളിയിട്ടു. വഖാല ഉഅ്സും അലൈകി ബിഇലാഹി ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ്. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് അലൈഹിമസ്സലാത്തു വസ്സലാം ഇവരുടെയൊക്കെ ഇലാഹിന്റെ നാമത്തിൽ ഞാൻ നിന്നെ വിളിക്കുന്നു, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഓടി ഇങ്ങോട്ട് വന്നു, ഈ കുട്ടിയുടെ മുമ്പിൽ വന്ന് നിന്നു. എന്നിട്ടോ അപ്പൊ കുട്ടി അതിൻ്റെ പിരടിയിൽ ഒന്ന് കൈവച്ചു ഇങ്ങനെ. അപ്പൊ ആ പശു ഈ കുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങി. കാലത്ത് പശു സംസാരിക്കുന്ന അയ്യുഹൽ ഫത്തൽ ബാറു ബിവാലിദതിഹി ഇർകബിനി. ഉമ്മാക്ക് സേവനം ചെയ്യുന്ന കുട്ടി, നിന്റെ പുറത്ത് കയറി എന്ന് പറഞ്ഞു പശു വന്നിട്ട്. ഫൈന്ന ദാലിക അഹ്വനു അലൈക, എനിക്ക് നിന്നെ വഹിക്കാൻ കഴിയും, ഞാൻ നല്ല ആരോഗ്യമുള്ള ആളാ, നീ പുറത്ത് കയറി എന്ന് പശു പറഞ്ഞു. ഫഖാലൽ ഫത്ത, അപ്പൊ ഈ യുവാവ് പറഞ്ഞു, ഇന്ന ഉമ്മി ലം തഅ്മുറുനി ബിദാലിക. ഉമ്മ എന്നോട് ഇത്രയും കാര്യങ്ങൾ നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, പുറത്ത് കയറി വരാനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അതിന് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞു. നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് പുറത്ത് കയറി വരാനല്ല. വലാക്കിൻ കാലത്ത് ഖുദ് ബിഉനുഖിക, നിന്റെ പിരടി പിടിച്ചുകൊണ്ട് ഉമ്മാന്റെ അരികിലേക്ക് വരാനാണ്. അല്ലാതെ ലൗ അമർത ഫഇന്നക ലൗ അമർതൽ ജബല അൻ യൻഖലിഅ മിൻ നസ്ലിഹി വയൻതലിക മഅക ലഫഅല ലിബിർരിക ബിഉമ്മിക. അപ്പൊ പശു പറഞ്ഞു, എൻ്റെ ഉമ്മ ഈ കാണുന്ന പർവ്വതത്തെ പറിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞാലും ആ ഉമ്മയും നീയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും തന്നെ ആ വാക്ക് അനർത്ഥമാവുകയില്ല, അത് നടപ്പിലാകും. അങ്ങനത്തെ ഉമ്മയാണ് നിന്റെ ഉമ്മ. നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിലായില്ലേ? വലാക്കിൻ അപ്പോൾ വലാക്കിൻ കാലത്ത് ഖുദ് ബിഉനുഖിഹ, അപ്പോൾ പറഞ്ഞു. അങ്ങനെ ഫസാറൽ ഫത്താ ബിഹാ ഇലാ ഉമ്മിഹി, ആ പശുവിനെയും കൂട്ടിയിട്ട് ഉമ്മാന്റെ അരികിലേക്ക് പോയി. ഫഖാലത്ത് ലഹു ഇന്നക ഫഖീറുൻ ലാ മാല ലക. പശു കുട്ടിയോട് പറയുന്നുണ്ട്, നീ വല്ലാത്ത ദരിദ്രനാണ്, നിനക്ക് സത്തില്ല. വയശുക്കു അലൈക്കൽ ഇഹ്തിതാബു ബിന്നാരി വൽ ഖിയാമി ബില്ലൈൽ. ഉമ്മയാണ് പറയുന്നത് കേട്ടോ. ഉമ്മ പറഞ്ഞു കുട്ടിയോട്, മോനെ നിനക്ക് സ്വത്തൊന്നുമില്ല, രാത്രിയിൽ നിന്ന് നിസ്കരിക്കലും പകലിൽ പോയി വിറക് കെട്ടിക്കൊണ്ടുവരലൊക്കെ നിനക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ ഈ പശുവിനെയും കൂട്ടിയിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി, ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുമെന്ന് പറഞ്ഞു.
കുട്ടി ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാൻ എത്ര റുപ്യക്കാണ് വിൽക്കേണ്ടതെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു 3 ദീനാറിന് വിൽക്കണം. അതിന്റെ മേലെ വിൽക്കുകയാണെങ്കിൽ എന്നോട് മുശാവറ ചെയ്യാതെ നീ വിൽക്കുകയും ചെയ്യരുത്. 3 ദീനാറ് വിറ്റാൽ മതി. നീ അതിനേക്കാൾ മേലെ വിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് അനുവാദം ചോദിക്കണം, അല്ലാതെ വിൽക്കരുത്. അങ്ങനെ വക്കാന സമനുൽ ബക്കറത്തി ഉമ്മയിൻ സലാസത്ത് അദനാനീറ. അന്നത്തെ ദിവസം പശുവിന്റെ വില എത്രയാണ്? 3 ദീനാർ. അങ്ങനെ അങ്ങാടിയിൽ പോയി. അപ്പോൾ ഫബഅസല്ലാഹു മലക്കൻ ലിയുരിയ ഖൽഖഹു ഖുദ്റതഹു വലിയഖ്തബിറൽ ഫതാ ബിർറഹു ബിവാലിദതി. അല്ലാഹുവിന്റെ പരീക്ഷണത്തിന്, അള്ളാഹു കുട്ടിയെ പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. ഒരാൾ കടന്നു വരികയാണ്, എത്രയാണ് പശുവിന്റെ വില എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 3 റുപ്യാണ് പറഞ്ഞു. വന്ന ആള് ചോദിച്ചു, എത്രയാണ് ഈ പശുവിന്റെ വില എന്ന്. ഇതാ പശുവിനെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് നിൽക്കല്ലേ. അപ്പൊ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്, എത്രയാ പശുവിന്റെ വില എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു 3 രൂപക്ക് ഞാൻ വിൽക്കും, അതാണ് എൻ്റെ ഉമ്മാന്റെ തൃപ്തി എന്ന് ഈ കുട്ടി പറഞ്ഞു. അപ്പൊ വന്ന ആള് പറഞ്ഞു, ഇല്ല, ഞാൻ 6 ദീനാർ തരും, പക്ഷേ ആ 6 ദീനാറിന് എനിക്ക് നീ വിൽക്കണം, നിന്റെ ഉമ്മയോട് ഇനി സമ്മാനം ചോദിക്കാനൊന്നും പോകരുത് പറഞ്ഞു. തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, ലൗ അഅതൈതനി വസ്നഹാ ദഹബൻ ലം ആഖുദുഹു ഇല്ലാ ബിറിദാ ഉമ്മി. ഈ പശുവിന്റെ അത്രയും ഭാരത്താൽ ഒരു സ്വർണ്ണക്കട്ടിയാണ് നിങ്ങൾ ഇതിന് പകരം തരുന്നതെന്ന് വെച്ചോളി, എന്നാലും ഉമ്മാന്റെ സമ്മതമല്ലാതെ ഞാൻ തരൂല. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഫറദ്ദഹ ഇലാ ഉമ്മിഹി ഫഅഖ്ബറഹാ ബിസ്സമനി. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ വിൽക്കാൻ പോയപ്പോൾ 3 ദീനാറിന് പശു വിൽക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് 6 ദീനാറ് തരുമോ? ഞാൻ വാങ്ങാൻ തയ്യാറാണ്, പക്ഷെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഉമ്മാനോട് സമ്മതം ചോദിക്കരുതെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്, എന്താണോന്ന് ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, ഫർജിഇഹാ ഫബിഇഹാ ബിസിത്തത്തി ദനാനീറ അലാ റിളൻ മിന്നീ. എൻ്റെ തൃപ്തിയോടെ 6 റുപ്യക്ക് കൊണ്ടുപോയി വിറ്റോ എന്ന് പറഞ്ഞു. പോയി 6 രൂപക്ക് പശുവിനെ വിൽക്കാനുണ്ട് എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്താ നിങ്ങളത് വിൽക്കുന്നുണ്ടോ ചോദിച്ചു. വിൽക്കുന്നുണ്ട് കാരണം. എത്രയാണെന്ന് വെച്ചു. 6 റുപ്യാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഇന്നി ഉഅ്തിക 12 ദീനാറാ. 12 രൂപക്ക് ഞാൻ ഈ പശുവിനെ വാങ്ങി, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്, അല്ലാ തസ്തഅ്മിറഹാ. ഉമ്മാനോടൊന്നും സമ്മാനം ചോദിക്കരുത്, അതിന് നിനക്ക് നേരല്ല, ഇപ്പൊ വെക്കുന്നുണ്ടെങ്കിൽ വിറ്റോന്ന്. ഇരട്ടി പൈസ. ആ കുട്ടി പറഞ്ഞു, ഇല്ല, എനിക്ക് ഉമ്മയോട് പറയാതെ ഒരു കച്ചവടവും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ആ കുട്ടി വീണ്ടും എന്ത് ചെയ്തു? ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിട്ട് വിവരം പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഉമ്മ ചെറിയ ആളല്ല, ഇന്നല്ലദീ യഅതീക മലക്കുൻ ഫീ സൂറത്തി ആദമീൻ ലിയഖ്തബിറക. മോനെ, ആ വന്ന ആളുണ്ടല്ലോ സത്യത്തിൽ മനുഷ്യനല്ലാതെ മലക്കാണ്, നിന്നെ പരീക്ഷിക്കാൻ വന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട്, ഫൈദാ അതാക ബഖുല്ലഹു. ഇനി അയാൾ നിന്റെ അരികിൽ വന്നാൽ നീ ചോദിക്കണം, അത്തഅ്മുറനാ അൻ നബിയ ഹാദിഹിൽ ബഖറത അം ലാ. അത്തഅ്മുറനാ അൻ നബിയ ഹാദിഹിൽ ബഖറത അം ലാ. നിങ്ങൾ യഥാർത്ഥത്തിൽ പശുവിനെ വിൽക്കാൻ വേണ്ടി വന്നതാണോ, അതല്ല നിങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിക്കണം. നിങ്ങളുടെ അരികിലേക്ക് അയാൾ വന്നാൽ ഇനി ചോദിക്കണം, എന്ത് ചോദിക്കണം? അത്തഅ്മുറുനാ അൻ നബിയ ഹാദിഹിൽ ബഖറത അം ലാ. ഞങ്ങൾക്ക് ഈ പശുവിനെ വിൽക്കാൻ സമയമായിട്ടുണ്ടോ? ഇല്ലേ. നിങ്ങൾ പശുവിനെ വാങ്ങാൻ വന്ന ആൾ തന്നെയാണോ, അതല്ല പരീക്ഷിക്കാൻ വന്ന ആളാണോ പറയണം. അപ്പോൾ പറഞ്ഞു, ഇദ്ഹബ് ഇലാ, അദ്ദേഹം പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഉമ്മിക ഫഖുൽ ലഹാ അംസികി ഹാദിഹിൽ ബഖറ. മോനെ, ഞാൻ ഒരു മലക്കാണ്, ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്, ഒരിക്കലും ഈ പശുവിനെ നീ ഇപ്പോൾ കൊടുക്കണ്ട, പശുവിനെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോകണം. ബനോ ഇസ്രായേലിൽ ഒരു കൊലപാതകം നടക്കുന്നുണ്ട്. ബനോ ഇസ്രായേലിൽ കൊലപാതകം നടക്കുന്നുണ്ട്. ആ കൊലപാതകം തെളിയിക്കാൻ വേണ്ടി ഒരു പശുവിനെ അറുക്കാൻ അല്ലാഹു തആല ഇനി മൂസാ നബി അലൈഹി സ്വലാമിന് വഹി നൽകും. ആ പശു ഏത് തരത്തിലുള്ള പശുവായിരിക്കണമെന്ന് ജനങ്ങൾ നിങ്ങളോട് അതിൻ്റെ വിശദീകരണം തേടുമ്പോൾ അല്ലാഹു തആല സ്വീകരിക്കുന്നതിനനുസരിച്ചുള്ള പശു, നിന്റെ പശു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അന്ന് നിനക്ക് ഈ പശുവിൻ്റെ തൂക്കത്താൽ സ്വർണം വാങ്ങിച്ചു വെക്കാം. അതുകൊണ്ട് ഇപ്പം കൊടുക്കണ്ട,
പയ്യെ അതിന് മുന്തിയ വിലക്ക്, സ്വർണത്തിന്റെ വിലക്ക് പശുവിനെ വിൽക്കാനുള്ള അവസരം വരുന്നുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ ആ പശുവിനെയും കൊണ്ട് കുട്ടി തിരിച്ചുപോയി. ബനൂ ഇസ്രായേലിൽ പിന്നീട് കൊലപാതകം നടന്നു. ആ കൊലപാതകം തെളിയിക്കാൻ വേണ്ടി അള്ളാഹു താല ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞു. എങ്ങനെയുള്ള പശുവായിരിക്കണം എന്ന് ജനങ്ങള് സംശയം ചോദിച്ച് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ ഖാല അതത്തഖിദുനാ ഹുസ്വ ഖാല അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസിറുൽ അർദ ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക ഫഫഅലു മാ തുഅ്മറൂൻ. അതിന്റെ കളർ ചോദിച്ചു, അതിന്റെ ശൈലി ചോദിച്ചു, അതിന്റെ വയസ്സ് ചോദിച്ചു, അതിന്റെ നിറം ചോദിച്ചു, അല്ലേ? ചോദിച്ച് അവസാനം പിന്നെ ദുന്യാവിൽ എവിടെയും കിട്ടാത്തൊരു പശുവായി. അവസാനം ചെന്ന് നോക്കുമ്പോ ഈ പശുവാണ്, ഒരു പശുവേ ഉള്ളൂ. അത് അറക്കണമെങ്കിൽ എന്ത് വേണം? ഇതിന്റെ വിലയിൽ സ്വർണം തരണം എന്ന് പറഞ്ഞു. അവസാനം ആ നാട്ടിലെ വലിയ ഒരു മുതലാളി, അദ്ദേഹത്തിന് മക്കളില്ല, അതുകൊണ്ട് ജ്യേഷ്ഠന്റെ മോനെ എന്ത് ചെയ്തു? കൊലപ്പെടുത്തിയതാണ്. അനന്തരം കിട്ടാനുള്ളത് അവനല്ലേ. അത് തെളിയിക്കാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാമിന് വന്നപ്പോഴാണ് പറഞ്ഞത് പശുവിനെ അറുത്തോളിയെന്ന്. അപ്പം ജനങ്ങൾ ചോദിച്ചു, അല്ല, ഒരാൾ കൊന്നതിന് ഇനി അടുത്ത ജീവിയെ കൊല്ലണം എന്ന് പറഞ്ഞത് എവിടുത്തെ ശാസ്ത്രമാണ് മൂസ? ഇത് ലോജിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. പലരും എൻ്റെ പടച്ചവനാണ്, വേണമെങ്കിൽ ചെയ്തോളി എന്ന് പറഞ്ഞു. അവസാനം ഏതായാലും ചെയ്തു. അവസാനം അള്ളാഹു തആല പറയുന്നുണ്ട്, അടിച്ചപ്പോൾ എന്ത് ചെയ്തു? തോലുകൊണ്ട് അങ്ങ് അടിച്ചപ്പോൾ പശുവിനെ അറുത്ത ഈ പശുവിന്റെ വാല് പിന്നെ മുറിച്ചിട്ട് മരിച്ചു കിടക്കുന്ന ആളെ അങ്ങ് അടിച്ചപ്പോൾ പറഞ്ഞു, എന്നെ കൊന്നതാണ്, എൻ്റെ ജ്യേഷ്ഠന്റെ മകനാണ് കൊന്നത്, സ്വത്ത് കിട്ടാൻ വേണ്ടി കൊന്നതാണ്. അപ്പൊ തെളിഞ്ഞില്ലേ? അപ്പൊ സൂറത്തുൽ ബഖറ ഇതാണ് സൂറത്തുൽ ബഖറയുടെ ഉൾസാരം. അങ്ങനെ പേര് വരാനുള്ള കാരണം ഇതാണ്. മനസ്സിലായില്ലേ? അപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു വലിയ ഒരു സംഭവത്തിന് സാക്ഷിയായി മാതാപിതാക്കൾക്ക് അനുസരിച്ച് ഒരു കുട്ടി ജീവിച്ചപ്പോൾ അല്ലാഹു തആല ആ കുട്ടിക്ക് വേണ്ടി ഒരുക്കി വെച്ച സമ്മാനമാണ് നമ്മളെ പൊന്നൂസ്. മനസ്സിലായില്ലേ? മാതാപിതാക്കൾ അനുസരിച്ച് ജീവിക്കുക, വലിയൊരു പാഠങ്ങളായി, വലിയ പാഠം, ഒരുപാട് പാഠം. അല്ലാഹുവിൽ പൂർണ്ണമായി തവക്കലാക്കിയ ഒരു കുടുംബത്തിന്റെ ചരിത്രം കൂടെ ആയി. മാഷാ അല്ലാഹ്. തീർച്ചയായും ഒരുപാട് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു പിതാവിന്റെ കാഴ്ചപ്പാട്, ഒരു മാതാവിന്റെ കാഴ്ചപ്പാട്, ദീനിന്റെ അന്തരീക്ഷത്തിൽ മക്കളെ മാതാപിതാക്കൾ വളർത്തിയപ്പോൾ ആ കുട്ടി വളർന്നു വലുതാവുന്ന രംഗം. മനസ്സിലായില്ലേ? അള്ളാഹു തആല അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഒരുക്കി വെച്ച സമ്മാനം. ഒരുപാട് പാഠങ്ങളുണ്ട്. ഏതായിരുന്നാലും അള്ളാഹു ഈ കഥയിൽ പറയപ്പെട്ട ആളുകളുടെയൊക്കെ ബറക്കത്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പിന്നീട് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.